അതേസമയം പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിന് വേണ്ടിയാണ് എത്തുന്നത്. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താനിരിക്കെ വീണ്ടും ബോംബ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുള്ളത്. പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ തരത്തിലുള്ള ആക്രമണ ഭീഷണികൾ ഉണ്ടായിരുന്നു, പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഇതെവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തുന്നത് എന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതെത്രത്തോളം ഗൗരവമുള്ള സന്ദേശം എന്നതിലും വ്യക്തതയില്ല. ഏത് നിലയിലാണ് പരിശോധന തുടരുന്നത് ഡാൻ? അഭിലാഷ്, ആൾനാശം അല്ല, മുന്നറിയിപ്പാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രി 9:19 ഇങ്ങനെയൊരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് C4 ബേസ്ഡ് ബോംബുകൾ 3 സ്ഥലങ്ങളിൽ പൊട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, ജില്ലാ കോടതി, അതോടൊപ്പം തന്നെ CET എഞ്ചിനീയറിംഗ് കോളേജ്, ഈ 3 സ്ഥലങ്ങളാണ് ഇമെയിൽ സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അവിടെ ഒരു മുന്നറിയിപ്പ് എന്ന വിധം സ്ഫോടനമുണ്ടാകും, ആളുകളെ ഒഴിപ്പിക്കാൻ നേരത്തെ ഇമെയിൽ അയക്കുന്നത് ആൾനാശം ഉണ്ടാക്കുന്നത് തങ്ങൾക്ക് താൽപര്യമില്ലാത്തതിനാൽ ആണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. തൂത്തുക്കുടിയിൽ നേരത്തെ തന്നെ പോർട്ട് ഇനാഗറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. കുളച്ചിലിൽ നേരത്തെ തന്നെ പോർട്ട് ഇനാഗറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ അതിനു മുമ്പ് ഇവിടത്തെ പദ്ധതി നടപ്പിലാക്കുകയാണ്. അതിൽ പ്രതികാരമുണ്ട്. അതോടൊപ്പം തന്നെ അഫ്സൽ ഗുരുവിന്റെ പേര് ഉൾപ്പെടെ ഈ ഇമെയിൽ സന്ദേശത്തിൽ പരാമർശിക്കുന്നുണ്ട്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അനീതിയാണ്, അതിനുള്ള പ്രതിഷേധമാണ് തങ്ങൾ ഈ സ്ഫോടനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് സുരക്ഷാ ഏജൻസികൾക്ക് ഇപ്പോൾ ഈ ഇമെയിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. അതിനിടയിലാണ് പോലീസിനെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെയുമൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ, തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ എക്സ്പ്ലോസീവ്ലി ഫോംഡ് പ്രൊജക്ടൈൽസ്, EFP സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന സംവിധാനങ്ങൾ ഈ 3 സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ രഹസ്യമായി വെച്ചിട്ടുണ്ട് എന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ എടുത്തു പറയുന്ന കാര്യം. പക്ഷേ ഇതിനോടകം നടത്തിയ പരിശോധനയിൽ അങ്ങനെ സംശയകരമായതോ അസ്വാഭാവിക നിറഞ്ഞതുമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മെയ് ദിനമായതിനാൽ കോർപ്പറേഷൻ ഓഫീസിനുൾപ്പെടെ അവധിയാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ പരിശോധന നടക്കുന്നുമുണ്ട്. യെസ് ഡാൻ, നേരത്തെ ഉണ്ടായ സന്ദേശങ്ങളിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമാകുന്നത് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ വിവരങ്ങൾ എപ്പോഴാണ് എത്തുക എന്നതൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഇൻഫർമേഷൻ സംസ്ഥാന പോലീസ് സംവിധാനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന്. എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്? പ്രധാനമന്ത്രി വൈകുന്നേരം എത്തുമെന്നൊരു സ്ഥിരീകരണം മാത്രമാണ് സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത്. ആദ്യം 6:30 എത്തുമെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് അത് 7:30 ശേഷമെന്നും ഇപ്പോൾ അത് 7:50 കഴിയുമെന്നുമുള്ള വിവരങ്ങളാണ്. ഇതിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. ഉച്ചയോടെ മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഈ പ്രത്യേക ഒരു സാഹചര്യം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹം ശക്തമായിരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ, വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിന് എത്തിയെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാപഥം സംബന്ധിച്ചോ മറ്റ് പരിപാടികൾ സംബന്ധിച്ചോ ഒന്നും ഒരു തരത്തിലും ഈ വിവരങ്ങൾ ചോരാൻ പാടില്ല എന്നൊരു കൃത്യമായ നിർദ്ദേശം സംസ്ഥാനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതുകൊണ്ട്